ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജോലി ആവശ്യാർത്ഥം സ്ഥലം മാറിപ്പോകുന്ന കേരള വിഷൻ ക്യാമറമാൻ മുഹമ്മദ് യാസീന് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് യാത്രയപ്പ് നൽകി. ജോലി ആവശ്യാർത്ഥം സ്ഥലം മാറിപ്പോകുന്ന കേരള വിഷൻ ക്യാമറമാൻ മുഹമ്മദ് യാസീനാണ് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബ് യാത്രയപ്പ് നൽകിയത്. താനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഫ്സൽ കേപുരം അധ്യക്ഷത വഹിച്ചു. ഉബൈദുള്ള താനൂർ, ബാപ്പു വടക്കയിൽ, ഇബ്രാഹിം, PS സഹദേവൻ, ഷെഫീഖ് താനൂർ എന്നിവർ ഉപഹാരം നൽകി. മാത്രമല്ല പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബിന് എപ്പോഴൊക്കെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും ആ ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ യാസീൻ്റെ ഒരു സേവനം, ഒരു പിന്തുണയും എല്ലാ സമയത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രസ് ക്ലബിനെ തുടക്കം മുതൽ ഞാൻ വന്ന് ചേർന്ന അത് മുതൽ അതിന് മുമ്പേ എന്നെക്കാളും മുമ്പ് പ്രസ് ക്ലബുമായിട്ട് വന്ന ഒരാളാണ് യാസീൻ. ഇപ്പം അവന് മറ്റൊരു ജോലി ആവശ്യാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ആ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പ്രസ് ക്ലബ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ, ആദ്യകാലം മുതൽ തന്നെ നമ്മോടൊപ്പം പ്രവർത്തിച്ച് വന്ന ഒരു വ്യക്തിയാണ് യാസീൻ. താനൂരിൽ മാത്രമല്ല, ഞാൻ ജില്ലയുടെ പല ഭാഗങ്ങളിലും സംഘടനാപരമായ കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ തിരൂരങ്ങാടി ഭാഗങ്ങളിലെല്ലാം പത്രസമ്മേളനം നടത്തേണ്ട അവസ്ഥ ഉണ്ടായപ്പോഴൊക്കെ യാസീൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ പൊന്നാനിയിലും. ഏതായിരുന്നാലും നമ്മുടെ കൂട്ടത്തിൽ വളരെ കാലം പഴക്കമുള്ള ഒരു പ്രവർത്തകൻ. യാസിനെ പോലുള്ള ഒരു പ്രതിഭ ക്യാമറയിലാണെങ്കിലും വാർത്തകൾ കണ്ടെത്തുന്ന കാര്യത്തിലാണെങ്കിലും അതെത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും വളരെ തൻ്റെ ഇടത്തോടുകൂടി തൻ്റെ നിലപാട് കൃത്യമായി അറിയിച്ചുകൊണ്ട്, അത് അപകടങ്ങളുള്ള സ്ഥലത്താണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും വിവാദങ്ങളുള്ള സ്ഥലത്താണെങ്കിലും തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വാർത്തകളെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ കൃത്യമായി മലപ്പുറം ജില്ലയുടെ എല്ലാ മേഖലകളിലും, ഒരുപക്ഷെ പുറത്തുപോലും ഓടിയെത്തുന്ന ഒരു ക്യാമറാമാൻ്റെ ഒരു മുഖം, അത് എന്നും മാധ്യമപ്രവർത്തകന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. സെക്രട്ടറി പ്രേമനാഥൻ താനൂർ, ട്രഷറർ VP ശശികുമാർ, ആസാദ് തിരൂർ, സലാഹുദ്ദീൻ, CVO നാസർ, P ജിതിൻദാസ് എന്നിവർ പങ്കെടുത്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ താനൂർ മേഖലയിൽ. എന്തായാലും എനിക്കൊരു 8ഓളം പ്രാവശ്യം എനിക്ക് മർദ്ദന അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രസ് ക്ലബിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഈ മേഖലയിലില്ല, അപ്പോഴും ഞാൻ ഇനിയിപ്പോൾ സാധാരണ പറഞ്ഞ വലിയ വാർത്തയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ ചില സമയത്ത് വിദേശത്ത് പോകേണ്ടി വരികയും ചെയ്യും. എന്തായാലും പ്രസ് ക്ലബിന്റെ കൂടെ എന്നും ഉണ്ടാവും. പക്ഷെ നമ്മളെന്നും കെട്ടുറപ്പോട് കൂടിയിട്ട് നല്ല രീതിയിൽ